ദീനാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ വാക്ക് നാർ എന്നാണ്. നാർ എന്ന് പറഞ്ഞാൽ നരകം എന്നാണ് അർത്ഥം. ദിർഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ പദം ഹമ്മ് എന്നാണ്. ഹം എന്ന അറബിയിൽ പറഞ്ഞാൽ വിഷമം, പ്രയാസം എന്നാണ് അർത്ഥം. അതായത് ഒരാൾ ദീനാറും ദിർഹമും, അതായത് ഒരു മനുഷ്യന്റെ സമ്പത്ത് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അവന്റെ ഹൃദയം നരകത്തിന്റെയും വിഷമത്തിന്റെയും ഇടയിൽ പീഡിപ്പിക്കപ്പെടും എന്നാണ് അർത്ഥം. അതായത് സാമ്പത്തിക വിഷയങ്ങളിൽ അള്ളാഹു പറയുന്ന നിയമങ്ങൾ പാലിക്കേണ്ട വിധം പാലിച്ചില്ല എങ്കിൽ ദുനിയാവിൽ അവന് പ്രയാസവും നാളെ ആഖിറത്തിൽ അവന് നരകവുമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാമ്പത്തിക മേഖലയിൽ അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സക്കാത്ത് എന്നും അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിഷയങ്ങളും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഒരാളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ വീട്, വാഹനം, വാടക, കടം പോലെയുള്ളതിനെ തൊട്ട് മിച്ചമുള്ള സമ്പത്ത് 595 ഗ്രാം വെള്ളി വാങ്ങാൻ ആവശ്യമായ വിലയ്ക്ക് തുല്യമാവുകയും ആ സമ്പത്ത് 1 വർഷം പൂർത്തിയാകുന്നതുവരെ അയാളുടെ കയ്യിൽ അവശേഷിക്കുകയും ചെയ്താൽ അയാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് സമാധാനം പറയേണ്ടി വരും. പ്രത്യേകമായി സക്കാത്ത് ഏതെങ്കിലും രീതിയിൽ കൊടുക്കേണ്ട ഒന്നല്ല, മറിച്ച് സക്കാത്ത് കൊടുക്കുമ്പോൾ അത് ശരിയാകണമെങ്കിൽ 2 കാര്യങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. ഒന്നാമത്തേത് നിയ്യത്താണ്. സക്കാത്ത് കൊടുക്കുമ്പോൾ ഇതെന്റെ സക്കാത്തിന്റെ വിഹിതമാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഇതെന്റെ നിർബന്ധമായ സക്കാത്താണ് എന്ന് നിയ്യത്ത് ചെയ്യുക. രണ്ടാമത്തേത്, സക്കാത്ത് ആർക്കെങ്കിലുമല്ല കൊടുക്കേണ്ടത്, അള്ളാഹു നിശ്ചയിച്ച അവകാശികൾക്ക് വേണം സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ 2 കാര്യങ്ങൾ പാലിച്ചില്ല എങ്കിൽ സക്കാത്തായി അത് പരിഗണിക്കപ്പെടുകയില്ല. ആ കൊടുക്കുന്നത് വെറും സ്വതക്കയായി, വെറും ദാനമായി മാത്രമാണ് പരിഗണിക്കപ്പെടുക. സക്കാത്ത് വേറെയും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്നാമത്തേത് നിയ്യത്ത് വേണം. ആ നിയ്യത്ത് മനസ്സിൽ കരുതിയാലും മതി, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ടാമത്തേത്, അള്ളാഹു നിശ്ചയിച്ച അവകാശികളുടെ കൈകളിലേക്ക് ഈ സക്കാത്ത് എത്തിപ്പെടുകയും വേണം. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച അവകാശികളുടെ കൈകളിലേക്ക് ഈ സക്കാത്തിന്റെ വിഹിതം എത്തിപ്പെടണമെന്ന് പറയുമ്പോൾ ആരാണ് അതിന്റെ അവകാശികൾ എന്ന് നമ്മൾ അറിയണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അവകാശികളെ എണ്ണി പറയുന്നുണ്ട്. ഒന്നാമത്തെ അവകാശി എന്നുള്ളത് ഇന്നമസ് സ്വദഖാത്തു ലിൽ ഫുഖറാ, ഫഖീറന്മാരാണ് ഒന്നാമത്തെ അവകാശികൾ. ഫഖീർ എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരാവശ്യമുണ്ടായി, ആ ആവശ്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ സമ്പത്തിന്റെ പകുതി പോലും കൈവശമില്ലാത്തവനാണ് ഫഖീർ. മലയാളത്തിൽ നമ്മൾ ദരിദ്രൻ എന്ന് പരിഭാഷപ്പെടുത്തുമെങ്കിലും അതിന്റെ സൂക്ഷ്മമായ അർത്ഥം ഇതാണ്: തന്റെ മുമ്പിൽ വരുന്ന ആവശ്യം പൂർത്തീകരിക്കാൻ മതിയായ തുകയുടെ പകുതി പോലും കൈവശമില്ലാത്തവൻ. ഒരു കാര്യത്തിന് 10 രൂപ ആവശ്യമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കയ്യിൽ 2 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ 4 രൂപയേ ഉള്ളൂ. അയാൾക്ക് എത്രയാണോ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടത് അതിന്റെ പകുതി മാത്രം കൈവശമുള്ളവനാണ് ഫഖീർ. ഈ ഫഖീറാണ് ഒന്നാമത്തെ അവകാശി എന്നുള്ളത്. രണ്ടാമത്തെ അവകാശി എന്നുള്ളത് വൽ മസാക്കീൻ, മിസ്കീന്മാരാണ്. ഈ മിസ്കീനും ഫക്കീറും നമ്മൾ മലയാളത്തിൽ ഏകദേശം ഒറ്റ അർത്ഥമാണ് പറയുക. എന്നാൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം
ഇയാളുടെ മുമ്പിൽ ഒരാവശ്യം വന്നാൽ ആ ആവശ്യം പൂർത്തീകരിക്കാനുള്ള സമ്പത്തിന്റെ പകുതി ഇയാളുടെ കൈവശമുണ്ട്, പകുതിയിൽ അധികം ഇയാളുടെ കൈവശമുണ്ട്. അതാണ് മിസ്കീൻ എന്ന് പറയുന്നത്. അതായത് തന്റെ മുമ്പിൽ വരുന്ന ആ ആവശ്യം പൂർത്തീകരിക്കാൻ എത്ര സമ്പത്ത് വേണോ ആ സമ്പത്തിന്റെ പകുതിയിലധികം ഇയാളുടെ കൈവശമുണ്ട്. പക്ഷേ ആ ആവശ്യം പൂർണ്ണമായി പൂർത്തീകരിക്കാനുള്ള പൈസ കൈവശമില്ല. 10 രൂപ ആവശ്യമുള്ളിടത്ത് ഇയാളുടെ കയ്യിൽ 8 രൂപയുണ്ട്. പക്ഷെ 10 രൂപ വേണം ആ കാര്യം നടക്കണമെങ്കിൽ. അങ്ങനെയുള്ള ആളാണ് മിസ്കീൻ എന്നുള്ളത്. ഈ മിസ്കീൻ അയാള് വരുമാനമുള്ളവനായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ജോലിയുള്ള ആളായിരിക്കും, ശമ്പളമുള്ള ആളായിരിക്കും. പക്ഷേ ആ ശമ്പളം കൊണ്ട് ഇയാളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ കഴിയില്ല, അതിന് മതിയായ തുകയില്ല. അതാണ് മിസ്കീൻ. അപ്പൊ ഒന്നാമത്തെ വിഭാഗം ഫക്കീറാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ തുകയുടെ പകുതി പോലും കൈവശമില്ലാത്തവൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ തന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ തുകയുടെ പകുതിയിലധികം കൈവശമുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യം പൂർണ്ണമായും നടക്കാത്തവൻ. മൂന്നാമത്തെ വിഭാഗം ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ. മൂന്നാമത്തെ ആള് സക്കാത്തിന്റെ ജീവനക്കാരനാണ്. അതായത് ആ നാട്ടിൽ ഒരു ഇസ്ലാമിക ഭരണകൂടമാണുള്ളതെങ്കിൽ ആ ഭരണകൂടം സക്കാത്ത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഔദ്യോഗികമായി നിയമിച്ച ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനും സക്കാത്തിന്റെ അവകാശികളിൽപ്പെട്ട ആള് തന്നെയാണ്. 3 അത് നമ്മുടെ നാട്ടിലില്ല. നാലാമത്തെ വിഭാഗം പുതുമുസ്ലിമീങ്ങളാണ്. പുതുമുസ്ലിമീങ്ങൾ സക്കാത്തിന്റെ അവകാശികളാണ്. എന്തിനാണ് പുതുമുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുന്നത്? 2 ഉദ്ദേശമാണുള്ളത്. ഒന്ന്, അയാളെ ഇസ്ലാമിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്ത് നന്നാക്കുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. രണ്ടാമത്തേത്, ആ മനുഷ്യനിൽ നിന്ന് ഉണ്ടാവുന്ന ഷർറുകൾ തടയുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയാണ് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പൊ അതാണ് പുതുമുസ്ലിമീങ്ങളും കുറവാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. പിന്നെ അടുത്ത ഒരു വിഭാഗമാണ് ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീന വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫിർ റിഖാബ്. അടുത്ത വിഭാഗമാണ് വഫിർ റിഖാബ്, അടിമകൾ, കരാർ എഴുതപ്പെട്ട അടിമകൾ. നമ്മുടെ നാട്ടിലില്ല, അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല. അടുത്ത വിഭാഗമാണ് വൽ ഗാരിമീന, കടക്കാരായ ആളുകൾ. കടക്കാരായ ആളുകളെ പലപ്പോഴും നാം സമൂഹത്തിൽ അവഗണിക്കുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ അവർ സക്കാത്തിന്റെ അവകാശികളാണ്. കടക്കാരെന്ന് പറയുമ്പോൾ കുറ്റകരമല്ലാത്ത ഭൗതികമായ കാര്യത്തിന് വേണ്ടി കടം വാങ്ങിയ ആളുകൾ. ഒരാൾക്ക് മകളെ കെട്ടിക്കേണ്ട സാഹചര്യം വന്നു. ആ സാഹചര്യത്തിൽ സാമ്പത്തികമായി യാതൊരു നിവൃത്തിയുമില്ലാത്ത ഈ മനുഷ്യൻ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി. ആ കടം തിരിച്ചു കൊടുക്കേണ്ട സമയമായി, പക്ഷെ വീട്ടാനുള്ള വകുപ്പില്ല എങ്കിൽ സക്കാത്തിന്റെ വിഹിതം അയാൾക്ക് അവകാശപ്പെട്ടതാണ്. ഒരാൾക്കൊരു ആശുപത്രി കേസ് വന്നു, ഹോസ്പിറ്റൽ കേസ് വന്നു. അയാൾ ഹറാമായ മറ്റു മേഖലകളുമായി ബന്ധപ്പെടാതെ ഒരു വ്യക്തിയെ കണ്ട് കടം വാങ്ങി പൈസ. ആ കടം തിരിച്ചടക്കേണ്ട സമയമായി, ഇയാളുടെ കയ്യിൽ പൈസയില്ല എങ്കിൽ ഇയാൾ സക്കാത്തിന്റെ അവകാശികളാണ്. കടക്കാരൻ സക്കാത്തിന്റെ അവകാശികളാണ്. അവൻ ജോലിയുള്ളവനാണെങ്കിലും ശരി, അവന്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ചിലപ്പോൾ കടം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയണമെന്നില്ല. എങ്കിൽ അയാൾക്ക് സക്കാത്തിന്റെ അവകാശമുണ്ട് എന്നാണ് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്. കടം വാങ്ങുക എന്ന് പറയുന്നത് പല രീതിയിലുള്ള കടം വാങ്ങലാവാം. ഇപ്പൊ 2 പേർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഒരാൾ കടം വാങ്ങി, 2 പേർക്കിടയിൽ സുൽഹുണ്ടാക്കുന്നതിന് വേണ്ടി ഒരാൾ കടം വാങ്ങി. സമയമായപ്പോൾ ആ 2 പേർക്കിടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജാമ്യം നിന്നയാളുടെ മുമ്പിലേക്ക് കടത്തിന്റെ ആവശ്യം വന്നാൽ
ആ ജാമ്യം നിന്ന ആളാണ് കടം വാങ്ങിയത് എങ്കിൽ ആ സമയത്ത് അയാൾക്കത് വീട്ടാനുള്ള വകുപ്പില്ല എങ്കിൽ അയാൾക്ക് സക്കാത്തിന്റെ വിഹിതം കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പോ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ഹറാമായ കാര്യത്തിന് വേണ്ടിയല്ല, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ കടം വാങ്ങിയാൽ ആ കടം വീട്ടാൻ വേണ്ടി സക്കാത്തിന്റെ വിഹിതം കൊടുക്കണം. അതുപോലെ തന്നെ ഭർത്താവ് പാവപ്പെട്ടവനാണ്, ഭാര്യ സക്കാത്ത് കൊടുക്കാനുള്ള സമ്പത്തുള്ളവളാണെങ്കിൽ ഈ ഭാര്യയുടെ സക്കാത്തിന്റെ വിഹിതം ആർക്ക് കൊടുക്കാം? ഭർത്താവിന് കൊടുക്കൽ സുന്നത്താണ്. ഭാര്യയുടെ സക്കാത്തിന്റെ വിഹിതം ഭർത്താവിന് കൊടുക്കൽ സുന്നത്താണ്. അതേസമയം ഭർത്താവിന്റെ സക്കാത്തിന്റെ വിഹിതം ഭാര്യയ്ക്ക് കൊടുക്കാൻ പാടുള്ളതല്ല, അത് കൊടുത്താലും ശരിയാകുന്നതല്ല. കാരണം എന്താണ്? ഈ ഭർത്താവ് ഭാര്യയെ പരിപാലിക്കേണ്ടത് സക്കാത്തിന്റെ മുതൽ ഉപയോഗിച്ചല്ല, സാധാരണയായി ഇയാളുടെ കൈവശമുള്ള സമ്പത്തിൽ നിന്നാണ് ഭർത്താവ് ഭാര്യയെ പരിപാലിക്കേണ്ടത്. കാരണം ഭാര്യയുടെ ചെലവിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണ്. അത് സക്കാത്തിന്റെ മുതൽ കൊടുത്ത് പരിഹരിക്കാനോ അല്ലെങ്കിൽ സക്കാത്തിന്റെ മുതൽ കൊടുത്ത് അതിൽ നിന്ന് ഒഴിവാകാനോ സാധ്യമല്ല. അതാണ് അതിലൊരു വ്യത്യാസം. പിന്നെ കടക്കാർക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിബന്ധന വെക്കാൻ പാടില്ല എന്നാണ്. ഞാൻ നിനക്ക് ഈ സക്കാത്ത് തരുന്നത് നീ നിന്റെ കടം വീട്ടുന്നതിന് വേണ്ടിയാണ്, നിന്റെ കടം ഇതുകൊണ്ട് വീട്ടുക തന്നെ വേണം എന്ന നിബന്ധന വെച്ചു കൊടുത്താൽ ആ കൊടുക്കുന്നത് സക്കാത്തായി പരിഗണിക്കപ്പെടുന്നതല്ല. നിബന്ധന പറയാൻ പാടില്ല. അതേസമയം രണ്ടുപേരുടെയും മനസ്സിൽ അങ്ങനെ ഒരു നിയ്യത്തുണ്ടെന്ന് കരുതിക്കോളൂ. ആ നിയ്യത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് ഒരു നിബന്ധനയായിട്ട് പറയാൻ പാടുള്ളതല്ല. നമ്മൾ ചിലപ്പോ നമ്മൾ കൊടുക്കുന്ന സക്കാത്ത് വഴിമാറിപ്പോകാതിരിക്കാൻ നാം അറിയാതെ പറയും, ഇതുകൊണ്ട് നിന്റെ കടം എന്ത് ചെയ്യണം? വീട്ടണമെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ സക്കാത്തിന്റെ വിഹിതമായി അത് പരിഗണിക്കപ്പെടുകയില്ല, സക്കാത്ത് ശരിയാവുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, നമുക്കൊരാള് പൈസ തരാനുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയ ഒരാൾ, ആ വാങ്ങിയ ആളോട് നമ്മൾ പറയുകയാണ്, നീ നിന്റെ പൈസ തരണ്ട, അത് നിനക്കുള്ള എന്റെ സക്കാത്തായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാലും അത് സക്കാത്തായി പരിഗണിക്കപ്പെടുന്നതല്ല. അത് സക്കാത്തായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പിന്നീട് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. അപ്പോ എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും അർഹനായ ഒരു വ്യക്തിയാണ് ആര്? കടക്കാരനായ ആളുകൾ. അപ്പൊ സമൂഹത്തില് കടമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ചിലപ്പോൾ അവർക്ക് അവരുടെ ആവശ്യം സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ മടിയുണ്ടാവും. അഭിമാനമോർത്തുകൊണ്ട് അത്തരം ആവശ്യങ്ങൾ ഒരു കുറിപ്പായി, ഒരു കത്തായി, ഒരപേക്ഷയായി ജമാഅത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ മടിയുള്ള ആളുകളെ അന്വേഷിച്ച് തേടിപ്പിടിച്ച് സക്കാത്തിന്റെ വിഹിതം അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കൽ മുസ്ലിം സമുദായത്തിന്റെ ബാധ്യതയാണ്. നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കത്തെഴുതി കൊടുക്കും, എന്നിട്ട് അതിന്റെ അടിയിൽ നമ്മുടെ സീല് വെച്ചു കൊടുക്കും. ഔദ്യോഗിക തെണ്ടിയായി അവനെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറക്കി വിടുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഔദ്യോഗിക തെണ്ടിയായി ഇറക്കി വിടാനുള്ളതല്ല ഈ സമുദായത്തിന്റെ സന്താനങ്ങൾ. അവർക്ക് അവരുടെ മാന്യതയുണ്ട്, ഇസ്സത്തുണ്ട്, അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. പിരിച്ചെടുത്തു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഒരു ജമാഅത്തിനില്ലെങ്കിൽ, ഒരു മഹല്ലിനില്ലെങ്കിൽ, മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ട പരിപാലകർ അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പൈസ കൊടുത്തിട്ട് അവന്റെ കടം വീട്ടണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. മനസ്സിലായില്ലേ? അപ്പൊ കടക്കാരൻ പ്രത്യേകമായി പരിഗണിക്കണം. ഒന്ന്. പിന്നെ അവസാനത്തെ ഒരു വിഭാഗമാണ് യോദ്ധാവ്, യുദ്ധം ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ. അവരും ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല, നമ്മുടെ നാട്ടിലില്ല. പിന്നെ അവസാനത്തെ വിഭാഗമാണ് ഇബ്നു സബീൽ, വഴിയാത്രക്കാരൻ. വഴിയാത്രക്കാരൻ എന്ന് പറഞ്ഞാല് സക്കാത്ത് വിതരണം ചെയ്യുന്ന, നാട്ടിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരൻ. അതായത് അയാളുടെ യാത്ര തുടങ്ങുന്നത് സക്കാത്ത് വിതരണം ചെയ്യുന്ന നാട്ടിൽ നിന്നാണ്. അയാള് യാത്രയിൽ കടന്നു പോകുന്നതും സക്കാത്ത് വിതരണം ചെയ്യുന്ന നാട്ടിലൂടെയാണ്.
അങ്ങനെയുള്ള ആൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ അയാളും സക്കാത്തിന്റെ അവകാശികളിൽപ്പെട്ട ആളാണ്. ഈ പറയപ്പെട്ട ചില വിഭാഗങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാരാണ്? ഫക്കീറന്മാര്, മിസ്കീന്മാര്, പിന്നെ നമ്മുടെ പുതിയ മുസ്ലിമീങ്ങള്, പിന്നെ കടക്കാരായ ആളുകൾ. ഇത്രയും ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സജീവമാണ്. ഇവരുടെ കൈകളിലേക്കല്ല നമ്മുടെ സക്കാത്തിന്റെ വിഹിതം എത്തുന്നതെങ്കിൽ അത് സക്കാത്തായി പരിഗണിക്കപ്പെടുകയില്ല, അത് പാഴായി മാറും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ച രീതിയിൽ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ബദർ ദിനരാവായതുകൊണ്ട് അസറിന് ശേഷം ബദർ മൗലൂദ് ഉണ്ടാവും. എല്ലാവരും അതിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി പള്ളിയിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളോടൊപ്പം നാളെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.